മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ 40-ാമത്തെ വയസ്സിലായിരിക്കും ഒരുപക്ഷെ വഫാത്താവുക എന്നും നമുക്ക് കിതാബിൽ കാണാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ ആദ്യമായി വഹി ഇറങ്ങിയതും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടത് ആദ്യമായി അവിടുത്തെ 40-ാമത്തെ വയസ്സിലാണ്. മറ്റൊരു കാര്യം, ഒരാൾ മരണപ്പെട്ട് 40 ദിവസം വരെ അവന്റെ ഖബറിൽ ശിക്ഷയുണ്ടാകുമെന്ന് അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ, അള്ളാഹു കാക്കുമാറാവട്ടെ. അപ്പോൾ ആ ഖബറിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷ കിട്ടാനാണ് സൂറത്തു യാസീൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ ഒക്കെ നമ്മൾ ഓതുന്നത്. നമ്മൾ സാധാരണ പറയല്ലോ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 40 കഴിഞ്ഞു എന്ന് പറയില്ല. എന്താ ഈ 40 കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ? അയാളുടെ ഖബറിലേക്ക് ചെന്നിട്ടുള്ള ആ ശിക്ഷയുടെ ആദ്യത്തെ പ്രഥമ പടി അത് കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഈ 40 ദിവസം തുടർച്ചയായി ചോദ്യങ്ങൾ ഉണ്ടാകും. അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ. അപ്പോൾ അതിൽ നിന്നുള്ള ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി ഉത്തരം പറയാനും അല്ലെങ്കിൽ ആ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ഒക്കെയാണ് സൂറത്തുൽ മുൽക്ക് എപ്പോഴും ഓതണമെന്ന് നമ്മളോട് നിർദ്ദേശിക്കാനുള്ള കാരണം. അള്ളാഹു ഓതാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.